മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 8ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നമ്മൾ മലയാളം ഫസ്റ്റിൽ മുരളീധരൻ തഴക്കർ എഴുതിയ കപ്പവാട്ടിൻ്റെ കഥ എന്ന് പറയുന്ന കൃതിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ. കപ്പവാട്ടിൻ്റെ കഥ. കപ്പ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ചുരുക്കാണെന്ന് പറയാം. നല്ല കപ്പി, നല്ല മീൻകറിയും, കപ്പി നല്ല ചിക്കനും, കപ്പി നല്ല ബീഫൊക്കെ കൂട്ടി ഇങ്ങനെ എടുത്ത് ആ ഒരു മീൻ കറി, നല്ല മീൻ കറി ആയിക്കോട്ടെ അല്ലേ, നല്ല മൊളീശം വെച്ച് നല്ല മുളകിട്ട് വെച്ച് നല്ല മത്തിക്കറി, കുഞ്ഞു മത്തിയാണ്. അത് കപ്പയുടെ മുകളിൽ ഇങ്ങനെ വെതറി ഇങ്ങനെ ഒഴിച്ച് ആ കപ്പ ഇങ്ങനെ എടുത്ത് കപ്പിയും മീനും ആ കറിയും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നിങ്ങൾ തിന്നുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ആ കപ്പ കൃഷി ചെയ്യുന്ന കൃഷി രീതി, കാർഷിക മേഖല എല്ലാം വ്യക്തമായി അവതരിപ്പിക്കുന്ന എങ്ങനെയാണ് വാട്ടുകപ്പ ഉണ്ടാക്കുന്നത്. വാട്ടുകപ്പ വെച്ചാൽ കപ്പ ഒരുപാട് കാലം മോശമാകാതെ സൂക്ഷിച്ച് അല്ലേ, ഒരു വർഷത്തോളം അത് മോശമാകാതെ നിൽക്കും. ആ വാട്ടുകപ്പയാണ് ഉണ്ടാക്കുന്ന രീതിയാണ് ഈ കപ്പവാട്ടിൻ്റെ കഥ എന്ന് പറയുന്ന ഈ കൃതിയിലൂടെ മുരളീധരൻ തഴക്കർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഈ പാട്ട് കേട്ടിനോ? മലമേലെ തിരിവച്ച് പെരിയാറിൻ മടി തട്ടി ചിരി തൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, ഇവിടുത്തെ മണ്ണാണ് മണ്ണ്. ഈ പാട്ട് കേട്ടിട്ടേ നമ്മുടെ എന്താണ് മഹേഷിൻ്റെ പ്രതികാരം നമ്മുടെ സിനിമയിൽ അതിലൊരുപാട് സീനുണ്ട്. അതേപോലെ ഇടുക്കിക്കാർക്ക് കപ്പ എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ്. എന്നടാ കപ്പയാണോ എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ കാർഷിക ജീവിതത്തിൽ, നമ്മുടെ ഭക്ഷണ ജീവിതത്തിൽ കപ്പയ്ക്ക് അഭേദ്യമായ സ്ഥാനമുണ്ട്. അത്തരത്തിൽ കപ്പ സീസൺ ആയാലും കപ്പ വെട്ടി മുറിച്ച് മാറ്റി നൈസായിട്ട് അരിഞ്ഞ് ചൂടാക്കി ഉപ്പിട്ട് പരട്ടി വെക്കുന്ന വാട്ടുകപ്പകളുണ്ട്. ഒരുപാട് കാലം കേടാകാതെ സൂക്ഷിച്ചു വെക്കുന്ന കപ്പയാണ് വാട്ടുകപ്പ. ഈ വാട്ടുകപ്പ ഉണ്ടാക്കുന്ന രീതിയെ, ആ കാർഷിക സമ്പ്രദായത്തെ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ് മുരളീധരൻ തഴക്കരയുടെ കപ്പവാട്ടിൻ്റെ കഥ എന്ന് പറയുന്ന ഈ കൃതിയിലൂടെ. ഒറ്റയ്ക്ക് നട്ടാൽ വിളയുന്നതും ഒരുമിച്ച് നട്ടാൽ വിളയുന്നതും ഒരേ വിളവല്ല. അപ്പോൾ കാർഷിക മേഖല വിളവിനെ കുറിച്ച് പറയുന്ന ഒരു കാർഷിക കൂട്ടായ്മ, ആൾക്കാർ കൂടിക്കൊണ്ട് ഉത്സവം പോലെ ആഘോഷിക്കുന്ന കപ്പവാട്ടിൻ്റെ, ഒരാൾ ഒറ്റയ്ക്ക് വാട്ടുകയല്ല കപ്പ, ഒരുപാട് ആൾക്കാർ കൂടിയിരുന്ന് ഒരു കൂട്ടായ്മയിൽ വാട്ടിയെടുക്കുകയാണ് കപ്പ. ഒരു കൂട്ടായ്മയുടെ ആഘോഷമാണ് കപ്പവാട്ട്. അപ്പോൾ ഈ കപ്പവാട്ടിൻ്റെ കഥയാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചാലോ? യെസ്. മലനാട്ടിലെയും ഇടനാട്ടിലെയും ഉൾനാടൻ ഗ്രാമങ്ങളാണ് കപ്പവാട്ടിൻ്റെ അണിയറയും അരങ്ങും അല്ലേ. മലനാട്ടിലെയും ഇടനാട്ടിലെയും ഉൾനാടൻ ഗ്രാമങ്ങളാണ് കപ്പവാട്ടിൻ്റെ അണിയറയും അരങ്ങും എന്ന് പറയുന്നത്. അപ്പം മലനാട്ടിലും ഇടനാട്ടിലുമാണ് എന്ത് ചെയ്യുക മക്കളെ? കപ്പ വാട്ടുക അല്ലെങ്കിൽ കപ്പ കൃഷി ചെയ്യുക എന്ന് പറയാം. തീരപ്രദേശങ്ങളിൽ ചെയ്യില്ല, അവിടെ എന്താണ്, കടലാണ്. പ്രദേശങ്ങളിൽ കപ്പ വാട്ട് കൃഷി ചെയ്യില്ല. മറിച്ച് എന്താണ്, മലനാട്ടിലും ഇടനാട്ടിലുമാണ് കപ്പ വാട്ട് ചെയ്യുക അല്ലെങ്കിൽ കപ്പ ചെയ്യുക, കപ്പ കൃഷി ചെയ്യുക എന്ന് പറയാം. മലയാളിയുടെ വിശപ്പാറ്റിയ വിളയായ കപ്പ അഥവാ മരച്ചീനിയുമായി ബന്ധപ്പെട്ട കൂട്ടായ്മയുടെ കഥയാണ് പറയുന്നത്. അപ്പം മലയാളിക്ക് എപ്പോഴും ഈ വികാരമാണ് എന്തെന്ന് പറയുന്നത്, കപ്പ എന്ന് പറയുന്നത്. അപ്പം മലയാളിയുടെ വികാരഭരിതമായ ഒരു ഭക്ഷണ രീതിയാണ് കപ്പ. അല്ല, കപ്പയും മീൻകറിയും കപ്പയും ഇറച്ചിയും അല്ലെ, അതൊരു വികാരമാണ്. എല്ലും കപ്പയൊക്കെ വരും, കപ്പ ബിരിയാണി. കഠിനാധ്വാനികളായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നിത്യഭക്ഷണത്തിലെ പോഷക സമ്പുഷ്ടമായ കോമ്പിനേഷനായിരുന്നു കപ്പയും മീനും അല്ലേ. മലയാളിക്ക് എപ്പോഴും ഇഷ്ടമായ ഒരു കോമ്പിനേഷനാണ് കപ്പയും മീനും. പുട്ടും കടലയും എന്ന പോലെ, ദോശയും സാമ്പാറും എന്ന പോലെ, ചിക്കൻ കറിയും പൊറോട്ടയും എന്ന പോലെ, ബീഫും പൊറോട്ടയും എന്ന പോലെ കപ്പയും മീനും ഒരു കോമ്പിനേഷനായിരുന്നു. മക്കളെ, നിങ്ങൾക്ക് കമൻറ്റിൽ പറ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കപ്പയുമായിട്ടുള്ള ഒരു രീതി. കപ്പയും മീനുമാണ് ഇഷ്ടം, കപ്പയും ബീഫുമാണ് ഇഷ്ടം, അതോ കപ്പയും പോർക്കുമാണ് ഇഷ്ടം, അതോ കപ്പയും ചിക്കനുമാണ് ഇഷ്ടം? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറ. നിങ്ങൾ സാറ് കാണട്ടെ. ഈ ക്ലാസ് കാണുന്ന 8ാം ക്ലാസ്സിലെ മക്കളൊന്ന് കമൻറ്റ് ബോക്സിൽ പറ. നിങ്ങൾക്ക് കപ്പയിൽ ഏതാണ് ഇഷ്ടം? കപ്പയും മീനാണോ, കപ്പയും ചിക്കനാണോ, കപ്പയും ബീഫാണോ, അല്ലെങ്കിൽ കപ്പയും പോർക്കാണോ, ഏതാണ്? ഒന്ന് കമൻറ്റ് ബോക്സ് പറയാട്ടോ, സാറിന് കാണാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പം മലയാളിക്ക് എപ്പോഴും ഒരു കോമ്പിനേഷനായിരുന്നു കപ്പയും മീനും എന്ന് പറയുന്നത്. 2 പതിറ്റാണ്ട് മുമ്പ് വരെ, അതായത് 20 വർഷം മുമ്പ് വരെ കേരളത്തിൽ മുഴുവനായും സമൃദ്ധമായി മരച്ചീനി വളഞ്ഞിരുന്ന മലമ്പുഴ ഇരിടങ്ങളുണ്ടായിരുന്നു അല്ലേ. കേരളത്തിൽ എവിടെയും സമൃദ്ധമായി എന്തുണ്ടായിരുന്നു മക്കളെ? കപ്പ കൃഷി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്ഥിരമായി
മരച്ചീനി കൃഷി ചെയ്തിരുന്ന ഈ പുരയിടങ്ങളെ ചീനി വിള എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. അപ്പോൾ ഈ മരച്ചീനി കപ്പ കൃഷി ചെയ്തിരുന്ന ആ സ്ഥലങ്ങളെ ചീനി വിള എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ് മക്കളെ? കപ്പ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെ ചീനി വിള എന്നാണ് വിളിച്ചിരുന്നത്. മലബാറിലേക്ക് കപ്പ കൃഷി പറിച്ചു നട്ടത് തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റ കർഷകരായിരുന്നു. അപ്പം മലബാറിലേക്ക് കപ്പ കൃഷി കൊണ്ടുവന്നത് തിരുവിതാംകൂറിലെ കർഷകരാണെന്നാണ് പറയുന്നത്. അപ്പം മലബാറിലേക്ക് കപ്പ കൃഷിയെ പറിച്ചു നട്ടത് തിരുവിതാംകൂറിലെ കർഷകരാണെന്ന് ഇവിടെ പറയുകയാണ്. മലബാറിൻ്റെ മണ്ണിൽ അധ്വാനത്തിൻ്റെ ഇതിഹാസം രചിച്ച സാഹസികരായ കുടിയേറ്റ കർഷകരെ ചേട്ടന്മാരെന്നാണ് വടക്കേ മലബാറുകാർ വിളിച്ചു പോകുന്നത്. അപ്പോൾ മലബാറിലേക്ക് തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് വന്ന കർഷകരെ ചേട്ടന്മാരെന്നാണ് മലബാറുകാരെ അല്ലേ വിളിച്ചു പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സംസ്കാരമാണ്, കാർഷിക സംസ്കാരം കൂടി ഇവിടെ അടയാളപ്പെടുത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പ ചേട്ടന്മാരുടെ വിളയായിരുന്നു അവർക്ക്. അപ്പം കപ്പ എന്ന് പറയുന്നത് ചേട്ടന്മാരുടെ വിളയാണെന്ന് പറയുന്നു. ചേട്ടന്മാരുടെ അവർ കഴിക്കുന്ന ഭക്ഷ്യവിളയാണ് കപ്പ എന്നിവിടെ കാണാൻ സാധിക്കും. ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലുമെല്ലാം കപ്പവാട്ടിൻ്റെ കാലമാണ്. അപ്പോൾ ഡിസംബർ ജനുവരി മാസം എന്ന് പറയുന്നത് കപ്പവാട്ടിൻ്റെ കാലമാണെന്ന് പറയുന്നു. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കപ്പ വാട്ടുക എന്ന് പറയുന്നു. അയൽപക്ക ബന്ധവും സൗഹൃദവും ഒരുമയും ഊട്ടിയുറപ്പിച്ചിരിക്കുന്ന ഒരു കാർഷിക വൃത്തിയായിരുന്നു കപ്പവാട്ട്. അപ്പോൾ അയൽപക്ക ബന്ധം, സൗഹൃദ ബന്ധം ഇവയൊക്കെ വ്യക്തമായി ആവിഷ്കരിക്കുന്ന ഒന്നാണ് കപ്പവാട്ട് എന്ന് പറയുന്നത്. മലനാട്ടിലെ ഓരോ വീട്ടുകാരും തങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ കപ്പ വാട്ടി പത്തായത്തിലോ അരിപ്പെട്ടിയിലോ ചണച്ചാക്കിലോ സൂക്ഷിച്ചു വയ്ക്കുക എന്നതൊരു രീതിയായിരുന്നു. ഇപ്പം മലബാറിലെ ആൾക്കാർ എന്ത് ചെയ്യും? എന്ത് ചെയ്യും മക്കളെ? മുറിച്ച് കഷ്ണങ്ങളാക്കി സൂക്ഷിച്ച് കപ്പ വാട്ടി പത്തായത്തിലോ അരിപ്പെട്ടിയിലോ ചണച്ചാക്കിലോ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. ഒരുപാട് കാലത്തേക്ക് അത് മോശമാകാതെ നിൽക്കും. എന്നിട്ടത് എടുത്ത് ഭക്ഷ്യമായി ഉപയോഗിക്കും. കപ്പവാട്ട് ഓരോ വീടുകളിലും ഒരു ആഘോഷം തന്നെയായി മാറിയിരുന്നു. അപ്പോൾ കപ്പവാട്ട് എന്ന് പറഞ്ഞൊരു ആഘോഷമാണ്. ഓരോ വീടുകളിലും കപ്പവാട്ടുന്നൊരു ആഘോഷമായി മാറിയിരുന്ന കാലമായിരുന്നു. കുട്ടികളും മുതിർന്നവരും അങ്ങനെ കുടുംബത്തിൻ്റെ എല്ലാവരും ഒപ്പം അയൽപക്കക്കാരും ഇതിൽ സർവാത്മന പങ്കാളികളാകുന്നു അല്ലേ. കുടുംബത്തിലെ എല്ലാവരും ഇത് കൂടുന്നു. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും കാരണവന്മാരും ചെറിയ ആൾക്കാരും ചെറുപ്പക്കാരും എല്ലാവരും ജാതി വർണ്ണ പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൂടി കപ്പ വാട്ടുന്ന ഉത്സവമായിരുന്നു എന്ന് പറയുന്നു. അതാണ് ഒരു ഉത്സവം, ആഘോഷമായിരുന്നു കപ്പവാട്ട് എന്ന് പറയുന്നത്. ആരും കാഴ്ചക്കാരല്ല, ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന ജോലികൾ ചെയ്യുന്നു അല്ലേ. ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന ജോലി ചെയ്യുകയാണ് കപ്പവാട്ട് എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു കാർഷിക പാരസ്പര്യമായിരുന്നു. ഇതൊരു കാർഷിക ജീവിതമാണ്. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ജീവിതമാണ്, കാർഷിക പാരസ്പര്യമാണ് കപ്പവാട്ട് എന്ന് പറയുന്നത്. കപ്പ വാട്ടി ഉണക്കുവാനുള്ള പാറയൊരുക്കുക എന്നതാണ് ആദ്യ പടി. അപ്പോൾ ഇതിന് ആദ്യ പടി എന്ന് പറഞ്ഞാൽ പാറ കണ്ടെത്തുക. കപ്പ മുറിച്ച് വാട്ടി ഉണക്കണ്ടേ, അതിന് നല്ല വിസ്താരമായ വലിയ വെയിൽ കൊള്ളുന്ന പാറ കണ്ടുപിടിക്കുന്നതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ചിക്കുപായയിലോ ഇന്നത്തെ പോലെ സിൽപോളിൻ ഷീറ്റിലോ അല്ല കപ്പ ഉണക്കുന്നത്. ഇതേപോലെ ഷീറ്റിലല്ല കപ്പ ഉണക്കുക. പണ്ടെന്ന് മറിച്ച് പണ്ട് നല്ല പാറയിലാണ് എന്ത് ഉണക്കുക, കപ്പ ഉണക്കുക എന്ന് പറയുക. കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറത്താണ് കപ്പ ഉണക്കുന്നത്. അപ്പോൾ വിശാലമായ പാറപ്പുറത്താണ് എന്ത് ഉണക്കുക മക്കളെ? കപ്പ ഉണക്കുക എന്ന് പറയുന്നത്. കപ്പ വാട്ട് സീസണു മുമ്പായി ഈ പാറപ്പുറം നന്നായി തൂത്ത് വൃത്തിയാക്കും അല്ലേ. ഈ കപ്പ വാട്ടുന്ന കാലത്തിൽ, ഈ കപ്പ വാട്ടുന്ന സമയം ഈ പാറപ്പുറം നന്നായി വൃത്തിയാക്കി അവരെന്ത് ചെയ്യും? ഈ കപ്പ ഉണക്കുമെന്നാണ് പറയണേ. കപ്പ വാട്ട് സീസണു മുമ്പായി ഈ പാറപ്പുറം നന്നായി വൃത്തിയാക്കും. അടിച്ചു വാരട്ടോ ആൾക്കാർ. 1.5 ടൺ കപ്പ ഉണക്കിയെടുക്കാൻ കഴിയുന്നത്ര വിശാലമായ പാറയുണ്ടായിരുന്നു. കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പ വാട്ടുന്ന തീയതിയും മറ്റും നേരത്തെ തീർച്ചയാക്കും. അപ്പോൾ കർഷകർ നേരത്തെ തന്നെ കപ്പ വാട്ടുന്ന ദിവസം തീരുമാനിക്കും. അങ്ങനെ വിശാലമായ പാറ കണ്ടുപിടിച്ച് അവിടെ കപ്പ ഉണക്കുന്ന രീതിയാണ് കപ്പവാട്ട്. ഈ തീയതി തെറ്റിക്കാൻ പാടില്ലെന്നത് പരസ്പര വിശ്വാസത്തിനനുസൃതമായ തീരുമാനമായിരുന്നു. അപ്പോൾ കപ്പ വാട്ടാൻ ഒരു ദിവസം തീരുമാനിക്കും. ആ ദിവസം വന്നാൽ എല്ലാവരും ഒരുമിച്ച് പോയിട്ട് കപ്പ വാട്ടണം. അതൊരു തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ്. അത് മാറ്റരുത്, ഇത് വിശ്വാസമാണെന്ന് പറയുന്നു. കപ്പ വാട്ടിനും കപ്പ ഉണക്കുന്നതിനുമെല്ലാം പരസ്പരം സഹായിക്കേണ്ടതിനാൽ ഒരു ടൈം ടേബിൾ ഇട്ടു തന്നെയാണ് മലനാട്ടിലെ ഗ്രാമീണ കർഷകർ കപ്പ വാട്ടിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത് അല്ലേ. ഒരു ടൈം ടേബിളിലാണ് കപ്പ വാട്ടുക.
വെറുതെ ഇരുന്ന് കപ്പ വാട്ടുന്നതല്ല മക്കളെ. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യമായ സമയം പാലിച്ചിട്ടാണ് കപ്പ വാട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. കപ്പ പറിച്ചെടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇലയും മറ്റും ഒടിച്ചു നിർത്തും. അതായത് കപ്പ പറിച്ചെടുക്കുന്ന തലേ ദിവസം ആ കപ്പയുടെ ഇലകളൊക്കെ മുറിച്ച് ഒടിച്ചു വെക്കും. ശരാശരി ഒരു മൂട് കപ്പ ചുരുങ്ങിയത് 15 കിലോഗ്രാം വരെ ഉണ്ടാകും. അപ്പോൾ ഒരു മൂട് കപ്പ 15 കിലോഗ്രാം വരെ ഉണ്ടാകുമെന്നാൽ അത്രയും വെയിറ്റ് ഉണ്ടാകും കപ്പക്ക്. കപ്പത്തണ്ടിൽ കുറുകെ ഒരു കഴ വെച്ച് കെട്ടി ആ കഴയിൽ പിടിച്ചാണ് കപ്പ പറിച്ചെടുക്കുന്നത്. അല്ലേ, കപ്പക്കണ്ടിൽ ഒരു തുണി വെച്ച് കെട്ടി ആ തുണി വലിച്ചെടുക്കുമ്പം കപ്പ ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നു. കപ്പയുടെ തൊലി പൊളിക്കുന്നത് സ്ത്രീകളാണ്. അപ്പോൾ കപ്പയുടെ തൊലി ആരാ പൊളിക്കുക? സ്ത്രീകളാണ് കപ്പയുടെ തൊലി പൊളിക്കുക. കപ്പ അരിയുന്നത് പുരുഷന്മാരും സ്ത്രീകൾ പൊളിച്ചിടുന്ന കപ്പ 2ഉം 3ഉമായി എടുത്ത് അരിയാനായി മുതിർന്നവരുടെ കൈകളിലെത്തിക്കുന്നത് കൊച്ചുകുട്ടികളുമാണ്. അല്ലേ, കപ്പ തൊലി പൊളിക്കുന്ന സ്ത്രീകളാണ്, കപ്പ പീസാക്കി മുറിച്ചിടുന്ന പുരുഷന്മാരാണ്. എടുത്ത് അരിയാനായി മുതിർന്നവരുടെ കൈകളിലെത്തിക്കുന്നത് കപ്പ 2ഉം 3ഉമായി എടുത്ത സ്ത്രീകൾ തൊലിച്ച കപ്പ, ആ തൊലി കളഞ്ഞ കപ്പ എടുത്തിട്ട് കുട്ടികളാണ് ആരുടെ കയ്യിൽ? പുരുഷന്മാരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുക. ഇത്തരത്തിൽ കപ്പ വാട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ആഘോഷമാണെന്ന് വ്യക്തമാക്കുകയാണ്. അണ്ണാറക്കണ്ണനും തന്നാലായത്, കുട്ടികളും ഇതിൽ പങ്കെടുക്കുന്ന പറയണേ. അരിഞ്ഞ കപ്പ ചെമ്പിലാണ് വാട്ടിയെടുക്കുന്നത്. ഇപ്പം വലിയ ചെമ്പിൽ കപ്പ വാട്ടിയെടുക്കും. അരിഞ്ഞ കപ്പ നന്നായി കഴുകി വൃത്തിയാക്കി ചെമ്പിൽ നിറച്ച് കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം നിറച്ചാണ് വാട്ടുന്നത്. അപ്പോൾ കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം നിറച്ച് കപ്പ വാട്ടിയെടുക്കുന്നു എന്ന് പറയുന്നു. പതയും തിളയും കണക്കാക്കി ചെമ്പിൽ നിന്നും കപ്പ വാരുന്നതിന് നെടുനാളത്തെ പരിചയത്തിലൂടെയുള്ള ഒരു കൈത്തിട്ടം കർഷകർക്കുണ്ട്. അല്ലേ, ഇപ്പോൾ ഒരുപാട് വർഷക്കാലത്തെ പരിചയത്തിന് ശേഷമായിരിക്കും കപ്പ വാട്ടിയെടുക്കുക. പതയും തിളയും കണക്കാക്കി ചെമ്പിൽ നിന്നും കപ്പ വാരുന്നതിന്, അല്ലേ, കപ്പ ചെമ്പിലേക്ക് ഇട്ട് ചൂടാക്കി വരുമ്പോൾ അത് കപ്പ കൃത്യമായ വേവിൽ കപ്പ വലിച്ചെടുക്കുന്നത് പരിചയസമ്പന്നരായ കൃഷിക്കാരാണ് എന്ന് പറയുന്നു. കപ്പ പാകത്തിന് വെന്തില്ലെങ്കിലും വേവ് കൂടിയാലും പ്രശ്നമാണ്. കപ്പ വെന്തില്ലെങ്കിലും വേവ് കൂടിയാലും പ്രശ്നമാണ്. അത് കൃത്യമായ വേവിൽ എടുക്കണം, എന്നാലേ അത് വാട്ടുകപ്പയായി മാറും. വാട്ടുകപ്പയുടെ നിറത്തെയും രുചിയെയും അത് ബാധിക്കും. അല്ലേ, കൃത്യമായ ഒരു വേവില്ലെങ്കിൽ അത് വാട്ടുകപ്പയുടെ നിറത്തെയും രുചിയെയും ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായ വേവിലാകണം കപ്പ വാട്ടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് വാട്ടുകപ്പയുടെ രുചിയെയും നിറത്തെയും ബാധിക്കുമെന്ന് പറയുന്നു. നന്നേ വെളുപ്പിനെ ആരംഭിക്കുന്ന കപ്പ വാട്ടു ജോലികൾ രാത്രി ഏറെ വൈകുവോളം തുടരും. അല്ലേ, വെളുപ്പിനെ ആരംഭിക്കും കപ്പ വാട്ടാൻ, അത് രാത്രി ഏറെ വൈകുന്നവരെ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഒരുപാട് സമയം ഈ ജോലി നടന്നുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. ശ്രമദാനമായി ഇതിൽ പങ്കുചേരുകയും പണിയെടുക്കുകയും ചെയ്യുന്നവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. ശ്രമദാനം എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങാണ്ട്, ശമ്പളം വാങ്ങാണ്ട്, ജസ്റ്റ് സഹായത്തിന് വേണ്ടി മാത്രം വരുന്ന ആൾക്കാർക്ക് എന്തുണ്ട്? നല്ല ഭക്ഷണം കൊടുക്കും, നല്ല കപ്പയും മീൻകറിയും കൊടുക്കും. ജോലിയുടെ ആയാസം അറിയാതിരിക്കാൻ നാടൻ പാട്ടുകളും തനത് പ്രത്യേകതയായിരുന്നു. അപ്പം ജോലി ഭാരം അറിയാതിരിക്കാൻ നാടൻ പാട്ടുകൾ പാടും. മണിച്ചേട്ടനൊക്കെ പാട്ടില്ലേ, ഉടുമ്പു ബസ്സിൻ്റെ പാട്ട് കേട്ടടി തങ്കമ്മേ, നിന്റെ നടത്തം കണ്ട് ഞാൻ കുടുങ്ങി പോയടി തങ്കമ്മേ, പട്ടി പിടിക്കല് കുട്ടികളല്ലടി തങ്കമ്മേ, ഞാൻ കാര്യം പറയുമ്പോൾ വട്ടം പിടിക്കല്ല തങ്കമ്മേ, ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ, ഇത് വളനിയാണ്ടവൻ കനിഞ്ഞതാനടി തങ്കമ്മേ. ഇത്തരത്തിൽ കലാമണിന് ഒരുപാട് നാടൻ പാട്ടുകൾ ണ്ടല്ലേ. അതേപോലെ ഈ ജോലി ചെയ്യുമ്പോൾ ഈ അധ്വാന ഭാരം അറിയാതിരിക്കാൻ വേണ്ടി ഈ കർഷകർ നാടൻ പാട്ടുകളൊക്കെ പാടിയിരുന്നു, ആഘോഷത്തിലായിരുന്നു ഈ കപ്പ പാട്ട് നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. പച്ചക്കപ്പ വേവിച്ചതും ആറ്റുമീൻ കറി വെച്ചതുമായിരുന്നു പ്രധാന ഭക്ഷണം. അല്ലെ, പച്ചക്കപ്പ വേവിച്ചതും നല്ല ആറ്റുമീൻ, ആറ്റിൽ നിന്ന് പിടിച്ച നല്ല മീനും കറി വെച്ചതായിരുന്നു നല്ല ഭക്ഷണം ഉണ്ടാവും അവിടെ. അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടുണ്ടെങ്കിലും പരസ്പരം എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയുമേകുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഓരോ വീടും കേന്ദ്രീകരിച്ചുള്ള 2-3 ദിവസത്തെ കപ്പവാട്ട് പര്യവസാനിക്കുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, വെറുതെ അങ്ങ് പണിയെടുത്താൽ പോരാ, നല്ല കഷ്ടപ്പാടിൽ പണിയെടുക്കണം കപ്പവാട്ടിന്. അപ്പം അതിന് ആയാസമുള്ള പണിയാണ്, നല്ല പണിയാണ്. പക്ഷേ എല്ലാവരും സന്തോഷത്തോടെയാണ് ഈ കപ്പവാട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇതിനാവശ്യമായ കത്തി, വല്ലം, ചെമ്പ്, വല്ലം വെച്ച വലിയ പാത്രം, കത്തി, വല്ലം, വലിയ ചെമ്പ് തുടങ്ങിയവയെല്ലാം എല്ലാവരും പരസ്പരം ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരും പരസ്പരം ഉപയോഗിക്കും ചെമ്പൊക്കെ എടുത്തിട്ട്. കപ്പവാട്ടുകാലത്ത് ഓർക്കാപ്പുറത്ത് ഒരു മഴ വന്നാൽ മലനാട്ടിലെ ഗ്രാമീണ കർഷകരുടെ യഥാർത്ഥ ഒത്തുചേരൽ അപ്പോഴാണ് അനുഭവവേദ്യമാകുക. അല്ലേ, ഈ കപ്പ വാട്ടാൻ വേണ്ടി ഈ പുഴുങ്ങിയ കപ്പ എന്ത് ചെയ്യും? ഈ വെയിലത്ത് പാറപ്പുറത്ത് ഉണക്കാൻ വെക്കും. പെട്ടെന്നൊരു മഴ വന്നാൽ ഈ കർഷകരെല്ലാം ഓടിപ്പോയിട്ട് ആ കപ്പ എന്ത് ചെയ്യും? മൂടി വെക്കും. അപ്പോൾ ഇവർ ഒത്തുചേരൽ, ഇവരുടെ ആ ഒരു ബന്ധം ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്ന പറയുന്നത്. കപ്പ വാട്ടുകാലത്ത് ഓർക്കാപ്പുറത്ത് മഴ വന്ന് ഇവരെല്ലാം കൂടി അത് ചെയ്യും മക്കളെ, അത് സംരക്ഷിക്കും. ഇവരുടെ ബന്ധം ഇവിടെ കാണാൻ പറ്റുമെന്ന് പറയണേ.
എല്ലാവരും ഉച്ചത്തിൽ കൂകി വിളിച്ച് ആളെ കൂട്ടും അല്ലേ. ഓ ദിവാകര, കണാകര, സുശീല, ഗോവിന്ദ, രാമ ഓടി വാടാ, ഇതാ മഴ പെയ്യുന്നതാ എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചു കൂട്ടി എല്ലാവരും എന്ത് ചെയ്യും? ഓടിപ്പോയി ആ കപ്പ ഷീറ്റ് കൊണ്ട് പൊതിയും. ഇല്ലെങ്കിൽ ആ പാറപ്പുറത്ത് വെള്ളം ചെയ്ത് ആ കപ്പയിൽ വെള്ളം കൊണ്ടാക്കാൻ നാശാവൂലേ. എല്ലാവരും ചേർന്ന് യുദ്ധകാല അടിസ്ഥാനം, അതായത് പെട്ടെന്ന് തന്നെ പാറപ്പുറത്ത് നിരത്തിയിരിക്കുന്ന വാട്ടുകപ്പ നനയാതെ വാരിയെടുക്കും. എല്ലാവരും അത് വാരിയെടുക്കും. കപ്പ വാട്ടു സീസണിൽ മലനാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്നു പോയാൽ എല്ലാ പാറക്കെട്ടുകളിലും വെള്ളപ്പൊട്ടുപോലെ വാട്ടുകപ്പ ഉണക്കാനിട്ടിരിക്കുന്നത് ഒരു കൗതുക കാഴ്ചയായിരുന്നു അല്ലേ. ഈ കപ്പ വാട്ടുന്ന സമയത്ത് ഗ്രാമപ്രദേശങ്ങളിൽ പോയാൽ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും കപ്പ ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്ന കാണാം. പാറപ്പുറത്ത്, കറുത്ത പാറപ്പുറത്ത് ഒരു വെളുത്ത പൊട്ടുപോലെ കപ്പ ഇങ്ങനെ കാണാൻ സാധിക്കുമെന്നാണ് പറയണേ. അതൊരു കൗതുക കാഴ്ചയായിരുന്നു എന്ന് പറയുന്നു. നമ്മുടെ മലമ്പുരയിടങ്ങളിലെല്ലാം റബ്ബർ എന്ന അത്ഭുത വിളയുടെ അധിനിവേശം ഉണ്ടാകുന്നതിന് മുമ്പുള്ള സ്വാർത്ഥമോഹമില്ലാത്ത കൂട്ടായ്മയുടെ കഥയും കാര്യവുമാണിത്. അപ്പോൾ സ്വാർത്ഥമോഹമില്ലാത്ത ഒരു കൂട്ടായ്മയുടെ ഒരു കഥയാണ് ഇവിടെ പറയുന്നത് അല്ലേ. സ്വാർത്ഥതയില്ലാത്ത, എല്ലാവരും ഒരുപോലെ കണ്ടിരുന്ന, കൃഷിയെ സ്നേഹിച്ചിരുന്ന ഒരു കൂട്ടായ്മ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അപൂർവമായി മലനാട്ടിൽ അങ്ങിങ്ങായി ബാക്കി നിൽക്കുന്നുണ്ട് അല്ലേ. ഇപ്പോഴും മലനാട്ടിൽ അങ്ങിങ്ങായി ഒരു കപ്പ വാട്ടുന്ന സംസ്കാരമുണ്ട് എന്നാണ് പറയുന്നത്. ഭക്ഷണം ഒരുക്കലിൻ്റെ ഈ സഹവർത്തിത്വം അതിൻ്റെ ആരവങ്ങൾക്കും അണിയറ പ്രവർത്തനങ്ങൾക്കും മിടുക്കും മോടിയും നന്നേ കുറഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ ഇന്നെന്താണ് മക്കളെ, ഈ കപ്പ വാട്ടുന്ന ഈ രീതി, ഈ പരമ്പരാഗതമായ ആൾക്കാർ കൂടി കപ്പ വാട്ടുന്ന രീതി കുറഞ്ഞു പോയിരിക്കുന്നത്. മിഷീനാണ്. ഇന്ന് വലിയ കമ്പനികൾ കപ്പ വാട്ടി വിൽക്കുകയാണ്. പണ്ടത്തെ പോലെ ആൾക്കാർ ഒരുമിച്ച് കൂടി സ്നേഹവും സൗഹൃദവും എല്ലാം പങ്കുവയ്ക്കുന്ന ആ കൂട്ടായ്മയോടുള്ള കപ്പ വാട്ട് രീതി ഇന്നില്ല എന്ന് പറയുന്നു. ഭക്ഷ്യ സുരക്ഷ എന്ന വലിയ മുദ്രാവാക്യത്തിന് മുന്നിൽ വിനീതരാകുന്ന ലോകജനിത മലനാട്ടിലെ കർഷകരുടെ ഈ പഴയകാല നന്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം നിൽക്കട്ടെ. ഭക്ഷ്യ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മിഷീനാണ് ഇതൊക്കെ ചെയ്യുന്നത്, മനുഷ്യന്മാർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കപ്പ വാട്ടുന്ന ഈ കാലം ഇന്ന് കുറച്ച് ആൾക്കാരിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന ഉദാത്തമായ ആശയത്തെ പ്രാവർത്തികമാക്കുകയായിരുന്നു ഇവിടുത്തെ കർഷകരും കർഷക കുടുംബങ്ങളും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെയുള്ള ഒരു കപ്പ വാട്ടുന്ന കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്നാണ് ഇതിലൂടെ മുരളീധരൻ തഴക്കര കാർഷിക ആചാരങ്ങൾ കാഴ്ചയും വിചാരവും എന്ന പാഠഭാഗത്തിലൂടെ പറയുന്നത്. ഓക്കെ, സെറ്റല്ല. അപ്പോൾ കപ്പ വാട്ടുന്ന കഥയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചത്. ഒരു കാലത്തിൻ്റെ സ്നേഹവും ഐശ്വര്യവും സംതൃപ്തിയും പങ്കുവയ്ക്കലും ഒക്കെയായിരുന്നു ഈ കപ്പ വാട്ടുന്ന കഥ എന്ന് പറയുന്നത്. അത് നാട്ടിൻ്റെ ഉത്സവമായിരുന്നു കൂടി ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. ഇനി നമുക്കിതിലെ പ്രധാന ചോദ്യോത്തരങ്ങൾക്ക് പോകാം. ഇതിൻ്റെ ഒരു ചോദ്യം നമുക്ക് പഠിക്കാനുള്ള ഇതാണത്. വായനാക്കുറിപ്പ്, ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം എന്നാണ് എഴുതണം കേട്ടോ. കേരളത്തിലെ മലനാട്ടിലും ഇടനാട്ടിലും ഒരു കാലത്ത് നിലനിന്നിരുന്ന കപ്പവാട്ട് എന്ന കാർഷികാഘോഷത്തെ വളരെ തനിമയോടെയാണ് ലേഖകൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വളരെ തനിമയോടെ ലേഖകൻ ഇത് അവതരിപ്പിക്കുകയാണ്. ഒരു നാടിൻ്റെ ഉത്സവമായിട്ട് ഇതിനെ ലേഖകൻ അടയാളപ്പെടുത്തുകയാണ്. തിരുവിതാംകൂറിൽ നിന്നും കുടിയേറി മലബാറിൻ്റെ മണ്ണിൽ അധ്വാനത്തിൻ്റെ ഇതിഹാസം രചിച്ച കർഷകരുടെ കഥ ഇതിൽ പരാമർശിക്കും. ഇവിടെ കർഷകരുടെ കഥ കാണാൻ സാധിക്കും, കർഷകരുടെ ഇതിഹാസം കാണാൻ സാധിക്കും, പ്രശ്നങ്ങളെ തോൽപ്പിച്ച കർഷകരുടെ ചിന്ത കാണാൻ സാധിക്കും. ഈ ലേഖനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മുന്നോട്ട് വയ്ക്കുന്ന സഹവർത്തിത്വം, അതായത് എല്ലാവരും കൂടിയുള്ള അനുഭവം മാത്രമല്ല എന്നാണ്, സ്നേഹം കൂടിയാണ്. കപ്പവാട്ട് വെറുമൊരു ജോലി മാത്രമല്ല, മറിച്ച് അയൽപക്ക ബന്ധങ്ങൾ പുതുക്കാനും സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാനുമുള്ള അവസരമായിരുന്നു. അപ്പോൾ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള, മനുഷ്യൻ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന അവസരം കൂടിയാണ് ഈ കപ്പ വാട്ടുക എന്ന് പറയുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമന്യേ ഇതിൽ പങ്കാളികളാകുന്നു. അപ്പോൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമില്ലാതെ വ്യത്യാസങ്ങളിൽ പങ്കാളികളാകുന്നു എന്ന് പറയുന്നത് ഒരുമിച്ചുള്ള ഒരു ആഘോഷമാണ് കപ്പ വാട്ടുക എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായി മഴ പെയ്യുമ്പോൾ ജാതി മതഭേദമന്യേ എല്ലാവരും ഓടിയെത്തി കപ്പ വാരിയെടുക്കുന്ന രംഗം മനുഷ്യത്വത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അല്ലെ, ഒരു മഴ വരുമ്പോൾ എല്ലാവരും ഓടി വരും, ഇത് കപ്പ വാരിയെടുത്ത് സൂക്ഷിച്ചു വെക്കും. ഇത് ജാതിഭേദമന്യുള്ള ഒരു സൗഹൃദമാണ്, സഹവർത്തിത്വമാണ്, സ്നേഹമാണ് എല്ലാം ഒന്ന് കൃത്യമായി പറയുന്നു. ഭക്ഷ്യവിളയായ കപ്പയിൽ നിന്ന് നാണ്യവിളയായ റബ്ബറിലേക്കുള്ള കൃഷിഭൂമിയുടെ മാറ്റത്തിൽ ലേഖകൻ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ കൃഷിഭൂമിയുടെ മാറ്റം ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷ്യവിളയായ കപ്പയിൽ നിന്നും കൃഷിഭൂമിയിലേക്ക് നമ്മൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഏത് റബ്ബറിലേക്ക്? ഇന്ന് റബ്ബറിലേക്ക് നമ്മൾ മാറുന്നു. കപ്പ കൃഷി ചെയ്യുന്നില്ല, വാഴ കൃഷി ചെയ്യുന്നു. ഇന്ന് പൈസ കിട്ടുന്ന റബ്ബർ, കുരുമുളക്, ഏലം, കാപ്പി, ചുക്ക്, ഇതിനോടൊക്കെയാണ് നമുക്ക് എന്ത് മക്കളെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ കപ്പ കൃഷി, കപ്പ വാട്ടി ഇന്ന് കുറഞ്ഞു വരികയാണ്. പിന്നെ ഇന്ന് മെഷീൻ വർക്കാണ്, യന്ത്രങ്ങളാണ് ഇന്ന് കപ്പ വാട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ, കൂട്ടായ്മകൾ കുറഞ്ഞു വരികയാണ്. സ്വാർത്ഥമോഹമില്ലാത്ത പഴയകാല കൂട്ടായ്മകൾക്ക് പകരം
റബ്ബർ തോട്ടങ്ങളുടെ അധിനിവേശം വന്നതോടെ ഗ്രാമങ്ങളിലെ ആ പഴയ ആരവങ്ങൾ നിലച്ചുപോയി. ഇപ്പോൾ റബ്ബർ വന്ന ശേഷം ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ കപ്പ വാട്ടിലില്ല എന്നാണ് പറയുന്നത്. ഭക്ഷ്യ സുരക്ഷയ്ക്കായി ലോകം നെട്ടോട്ടമോടുമ്പോൾ നമ്മുടെ പഴയ കാല കർഷകർ ഈ ലക്ഷ്യം വളരെ ലളിതമായി കൈവരിച്ചിരിക്കുന്നു എന്ന സത്യം ലേഖകൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇപ്പോഴും ചില കൃഷിക്കാർ ഈ തനതായ രീതിയിലാണ് കപ്പ വാട്ടുന്നത്. അത് അവരുടെ ലോകമാണ്, അവരുടെ ജീവിതമാണ് എന്ന് കാണാൻ സാധിക്കും. വളരെ ലളിതവും എന്നാൽ ഹൃദയസ്പർശ്യമായതുമായ ഭാഷാ ശൈലിയാണ് ലേഖകൻ സ്വീകരിച്ചത്. ലളിതമായ ഭാഷയല്ലേ, എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന, എല്ലാവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ലളിതമായ ഭാഷയിലാണ് മുരളീധരൻ തഴക്കര ഈ ലേഖനം എഴുതിയെന്ന് കാണാൻ സാധിക്കും. അണ്ണാരക്കണ്ണനും തന്നാലായത് തുടങ്ങിയ നാടൻ പ്രയോഗങ്ങളും കൈതിട്ട് ചീനിവിള തുടങ്ങിയ തനത് പദങ്ങളും ലേഖനത്തിന് കൂടുതൽ മിഴിവേകുന്നു. ഇപ്പം എന്താണ്, നാടൻ പദപ്രയോഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ കൃതി എന്നതാണ് സാരം. ഒരു ചലച്ചിത്രം എന്നോണം കപ്പവാട്ടിൻ്റെ ഓരോ ഘട്ടവും വായനക്കാരൻ്റെ മനക്കണ്ണിൽ തെളിയുന്നു. ഇപ്പോൾ കപ്പവാട്ടിൻ്റെ ഓരോ ഘട്ടവും വായനക്കാരൻ്റെ മനക്കണ്ണിൽ തെളിയുകയാണ്. അത്രമാത്രം കപ്പവാട്ട് ഇദ്ദേഹം എഴുതുന്നത് കാണുമ്പോൾ നമ്മൾ കൃഷി ചെയ്ത പോലൊരു ഫീല് നമുക്ക് അനുഭവപ്പെടുകയാണ്. അത്രമാത്രം നമ്മോട് അനുഭേദ്യമായി നിൽക്കുന്ന ഒരു രീതിയാണ് കപ്പവാട്ടിൻ്റെ കഥ എന്ന് പറയുന്നത്. ജോലിയിലെ ആയാസം മാറ്റാൻ പാടിയിരുന്ന നാടൻ പാട്ടുകളെക്കുറിച്ചുള്ള പരാമർശം ലേഖനത്തിൻ്റെ സാംസ്കാരിക മൂല്യം വർദ്ധിപ്പിക്കുന്നു. ഇപ്പം ജോലിയിലെ ആ ഒരു ആയാസം മാറ്റാൻ വേണ്ടി നാടൻ പാട്ടുകളൊക്കെ പാടും. ഇതൊക്കെ എന്താണ്, ആ ജീവിതത്തിൽ പുതിയ അനുഭവമാണ് കർഷകർക്ക് തരുന്നത്, അവരുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ നൽകുന്നു എന്ന് പറയുന്നു. കേരളത്തിൻ്റെ കാർഷിക സംസ്കാരം കേവലം മണ്ണുമായുമുള്ള ബന്ധമല്ല, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള ഹൃദയബന്ധം കൂടിയാണെന്ന് കപ്പവാട്ടിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു അല്ലേ. കേരളത്തിലെ ജനങ്ങൾക്ക് കപ്പവാട്ട് എന്ന് പറയുന്നത് കേവലം കാർഷിക സംസ്കാരം മാത്രമല്ല, മണ്ണിനോടുള്ള ബന്ധം മാത്രമല്ല, അതൊരു തീരാബന്ധം കൂടിയാണ്, മോഹം കൂടിയാണ്. ജനങ്ങൾ ഏറ്റെടുക്കുന്ന പുതിയ അറിവാണ്, അവരുടെ മോഹമാണ്. ജനങ്ങളുടെ ജാതിയും മതവും നിറവും ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന, ചെറിയ കുട്ടികളെന്നോ വലിയ ആൾക്കാരെന്നോ സ്ത്രീയോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന പുതിയ തരം ലോകത്തിൻ്റെ നാനാ കാഴ്ചകളാണ് കപ്പവാട്ടിൻ്റെ കഥയിലൂടെ ആര് കാണിക്കുന്നത് മക്കളെ, നമ്മുടെ മുരളീധരൻ തഴക്കര. അപ്പം കൃഷി എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ വലിയൊരു സാധ്യതയാണ്. കൃഷിഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മാതൃകയാണ്. ഇത്തരത്തിൽ കൃഷിയെ സ്നേഹിക്കുക, കൃഷിയെ മുറുകെ പിടിക്കുക എന്ന വലിയ ആശയം ഈ പാഠഭാഗം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അത്തരത്തിൽ മക്കൾ ഈ പാഠഭാഗത്തിൽ മുരളി തഴക്കര കപ്പ വാട്ടുന്ന രീതി, നമ്മൾ കപ്പ വാട്ടുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു അനുഭൂതി എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തുന്നു. കപ്പ എന്ന് പറയുന്ന ജനങ്ങളുടെ വികാരമായ ഭക്ഷണത്തോടുള്ള എഴുത്തുകാരൻ്റെ താല്പര്യം ഈ പാഠഭാഗത്തിൽ പ്രകടമാണ്. അത്തരത്തിലെ ഭക്ഷണവും ആരോഗ്യവും മലയാളിയുടെ കാർഷിക രീതിയും അതിലെത്രമാത്രം കപ്പയും മീനും കപ്പയും വാട്ടുകപ്പയും നിറഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന കാർഷിക രീതിയെക്കുറിച്ച് വ്യക്തമായി അവതരിപ്പിക്കുന്ന മുരളീധരൻ തഴക്കരയുടെ കൃതിയാണ്, രചനയാണ് കപ്പവാട്ടിൻ്റെ കഥ. അപ്പോൾ കൃത്യമായി പാഠം ഉൾക്കൊണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.